പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഉമ്മച്ചി തരുന്ന കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയായിരുന്നു കേട്ടോ ഇത്. എനിക്ക് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാനിത് എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മോൾക്കും മോളുടെ ഫ്രണ്ട്സിനും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി. എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ തോലൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ടിൽ മുറിച്ചെടുക്കാം കേട്ടോ. ഭയങ്കര കട്ടിയിലും വേണ്ട, എന്നാൽ തീരെ തിന്നായിട്ടും വേണ്ട. ഒരു മീഡിയം സൈസിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇത് മുഴുവനായിട്ട് ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം. ഈ ഒരു കട്ടിയിലാട്ടോ നമുക്ക് വേണ്ടത്. ഭയങ്കരമായിട്ട് തിന്നായാലേ അത് വേഗം അടി പിടിച്ചോവും, അതുകൊണ്ടാണ്. അപ്പം ഇനി നമുക്ക് ഇതിലേക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു 3-4 ചെറിയുള്ളിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും, ചെറുതാണെങ്കിൽ അത്ര എടുത്താൽ മതി, വലുതാണെങ്കിൽ ഒരു 5-6 മതിയാകും. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുത്തയക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ചായിട്ട് ഇട്ടുള്ളൂ. പക്ഷെ കുറച്ച് കൂടുതൽ ഇട്ടാലാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമുക്കത് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങെല്ലാം ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിത് വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിലാട്ടോ വെക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. അരപ്പിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഈ ഉരുളക്കിഴങ്ങ് എത്രയാണോ ഉള്ളത് ആ ഒരു ലെവലിലേക്ക് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കൈ വെച്ച് ചുറ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേണം തീ കത്തിക്കാൻ കേട്ടോ. ഇത്രയും നേരം ഞാൻ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കത്തിക്കുന്നത്. ഇനി എന്താക്കാം, ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ തിള ഏകദേശം വന്ന് തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുക്കണേ, ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കുറേ നേരമൊന്നും സമയം വേണ്ട കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെ വേഗം തന്നെ കുക്കാകും. ഈ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ മാത്രം മതി. അപ്പം ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കറി സംഭവം സെറ്റാകും കേട്ടോ. അപ്പോൾ അതാ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവിയിലാണ് വേണ്ടത്, അതുകൊണ്ട് ഞാനിതാ ഈ ഒരു രീതിയിൽ ആക്കിയപ്പോൾ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നമുക്കപ്പം തന്നെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഡിഷാണിത്. ഇത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ.